കാസർഗോഡ് ഉദുമ പടിഞ്ഞാറ് ജന്മ കടപ്പുറത്ത് നാട്ടുകൂട്ടായ്മ കടൽ സംരക്ഷണ ഭിത്തിയൊരുക്കി. കാലങ്ങളായി കടലേറ്റത്താൽ വലയുന്ന പ്രദേശമാണ് ഇവിടം. അംബിക വായനശാല ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിൽ 200 പേർ പങ്കെടുത്തു. ഓരോ മഴക്കാലത്തും കടൽക്ഷോഭത്താൽ ജന്മ കടപ്പുറത്തെ റോഡും സമീപത്തെ വീടുകളും ഏറെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരാറുണ്ട്. ഈ വലിയ പ്രതിസന്ധിയെ ഒരു പരിധി വരെയെങ്കിലും മറികടക്കാനാണ് നാട്ടുകാരുടെ കടൽഭിത്തി നിർമ്മാണം. സർക്കാർ സംരക്ഷണ ഭിത്തി വരുന്നതുവരെ കാത്തിരിക്കാൻ തങ്ങൾ ഉണ്ടാവില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ജന്മ കടപ്പുറത്തെ അംബിക വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് താൽക്കാലിക കടൽഭിത്തി നിർമ്മിച്ചത്. നാട്ടുകൂട്ടായ്മ നടത്തിയ പ്രവർത്തനത്തിൽ നാടൊന്നാകെ അണിചേർന്നു. പ്രദേശത്തെ ജന്മ കലാകായിക വേദി, റീമർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, മില്ലത്ത് നഗർ ക്ലബ്, നെഹ്റു ഉദയമംഗലവും തൊഴിലുറപ്പ് തൊഴിലാളികളും നിർമ്മാണത്തിൽ പങ്കാളികളായി. ചാക്കിൽ മണൽ നിറച്ച് അടുക്കി വെച്ചാണ് ഭിത്തി നിർമ്മിച്ചത്. കഴിഞ്ഞ വർഷവും ഇവർ ഇതേ രീതിയിൽ ഇവിടെ ഭിത്തി നിർമ്മിച്ചിരുന്നു. തിരയേറ്റത്തെ തടഞ്ഞു നിർത്താനുള്ള ശാശ്വത നടപടികൾ അധികാരികൾ നാളിതുവരെയും കൈക്കൊള്ളാത്തതിനാലാണ് എല്ലാ വർഷവും ഇവർ സ്വന്തം നിലയിൽ രക്ഷാകവചം ഒരുക്കേണ്ടി വരുന്നത്. അംബിക വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ വർഷവും മണൽച്ചാക്ക് നിരത്തിക്കൊണ്ട് ഒരു കടൽ ഭിത്തി എന്നുള്ള നിലയിൽ പരിസരവാസികളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം കുറേ കൂടി വിപുലമായ രീതിയിൽ ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ക്ലബിൻ്റെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 500-ലധികം മണൽച്ചാക്കുകളാണ് നിരത്താൻ നിരത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ശാശ്വതമായ പരിഹാരമല്ല. ഇതിനായി നമ്മുടെ ജനപ്രതിനിധികളും ഇനി പുതിയ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന എല്ലാവരും MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധ ഈ ഭാഗത്തുണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അധികൃതരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇനിയെങ്കിലും പരിഹാരമാർഗങ്ങൾ അവലംബിച്ച് കാലാകാലങ്ങളായുള്ള ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ അധികാരികൾക്ക് കനിവുണ്ടാകണമെന്നാണ് ഈ തീരദേശ ജനതയുടെ അഭ്യർത്ഥന. അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നിട്ടിറങ്ങാതെ മറ്റു വഴികളില്ലെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.